Welcome to Complementary Electronics Semester 2 for BSc Main Physics students, and today we see filter circuits, and this is class number E25. Semester 2 Complementary Electronics for BSc Main Physics students, and today we see filter circuits in electronics. Filters. So what is the need for filter? That is the first question. What is the need for filter circuits? That you understand. വാട്ട്സ് എ നീഡ് ഫോർ ഫിൽട്ടർ. ഈ ഫിൽറ്ററിൻ്റെ ആപ്ലിക്കേഷൻ കാണിക്കുന്ന ഒരു പടമാണ് വരച്ചിരിക്കുന്നത്. ഈ കാണുന്നത് ഇൻപുട്ടാണ്, ഒരു റെക്ടിഫയർ ഔട്ട്പുട്ടാണ്. ഒരു ഇൻപുട്ട് നമ്മൾ റെക്ടിഫൈ ചെയ്യുന്ന ഒരു AC വോൾട്ടേജ് കാണിച്ചിരിക്കുകയാണ് ആദ്യത്തെ ഗ്രാഫ്. അതൊരു റെക്ടിഫയർ കടത്തിവിടും. റെക്ടിഫയർ ഫുൾ വേവ്ഡ് റെക്ടിഫയർ FWR കടത്തിവിടും. അപ്പോൾ അതിൻ്റെ വേവ് ഫോം താഴെ കാണിച്ചിരിക്കുന്നതാണ് ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമുള്ള ഒരു വേവ് ഫോം. അത് ഒരു പൾസേറ്റിംഗ് DC എന്നാണ് പറയുന്നത്. കാരണം പ്യൂർ DC ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് സ്റ്റെപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് നമുക്ക് കാണിക്കാവുന്നതാണ്. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇങ്ങനെ പീക്ക് പോലെ വരുന്നത് കൊണ്ട് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ് ആകത്തില്ല. ആ സെൻസിലാണ് ഇതിനെ DC എന്ന് പറയുന്നത്. ഇത് പൾസേറ്റിംഗ് DC ആണ്. പൾസേറ്റിംഗ് DCയിൽ കുറച്ച് AC കമ്പണൻ്റ് ഉണ്ട്. AC കമ്പണൻ്റ് അൺഡിസൈറബിൾ ആണ്. അപ്പോൾ AC കമ്പണൻറ്റിനെ നമ്മൾ മാറ്റാനായിട്ട് ആ ഫിൽട്ടർ സർക്യൂട്ട് അവസാനം കാണുന്ന ബോക്സാണ് ഫിൽട്ടർ. ആ ഫിൽറ്ററിനകത്തോട്ട് കടന്നു വരുമ്പോൾ അത് ആൾമോസ്റ്റ് പ്യൂർ DC ആയിട്ട് മാറും. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് ലാസ്റ്റ് കാണുന്ന ഗ്രാഫ് കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ്. സോ ദിസ് ഫിഗർ ഷോസ് ദി ആക്ഷൻ ഓഫ് എ ഫിൽട്ടർ. The left graph represents AC applied to a rectifier, FWR rectifier. The rectifier will convert it into DC, pulsating DC. It contains some AC components or ripple. Ripple is undesirable, that we have to remove using the filter circuit. The last block represents filter circuit. Finally, a step output, a DC output is a pure DC, almost a pure DC output. Pure DC output is obtained as shown. So look here, the output of a FW rectifier is unidirectional, but it is pulsating. The output contains DC and some AC component, ripple. The ripple is undesirable, so it must be removed from the output, from the rectifier output, to get a constant DC voltage. Constant DC voltage. Filter circuits are used. Filter circuits are used for this. Filters are also known as smoothing circuits. Example, capacitor input filter, pi filter. അപ്പോൾ ഇവിടെ ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിലെ പൾസേറ്റിംഗ് DCയിലെ AC കമ്പോണൻറ്റ് മാറ്റാൻ ഉപയോഗിക്കുന്നതാണ്, ഒരു പ്യൂർ DC നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഫിൽട്ടർ. ഫിൽറ്ററിനെ നമ്മൾ സ്മൂത്തിങ് സർക്യൂട്ട് അല്ലെങ്കിൽ സ്മൂത്തനിങ് സർക്യൂട്ട് എന്ന് പറയും. ഒരു കപ്പാസിറ്റർ മാത്രം ഉപയോഗിക്കാം ഫിൽറ്ററായിട്ട്, അല്ലെങ്കിൽ ഒരു LC ഉപയോഗിക്കാം, അല്ലെങ്കിൽ LCL അല്ലെങ്കിൽ PLC, പൈ ഫിൽറ്റർ എന്നൊക്കെ പറയും. അങ്ങനെ വിവിധ തര ഫിൽറ്ററുണ്ട്. നമ്മൾ ഓരോന്നായിട്ട് പഠിക്കുകയാണ്. ഒരെണ്ണം പരീക്ഷയ്ക്ക് വേണേൽ ചോദിക്കാവുന്നതാണ്. ഒരു ഫിൽറ്റർ ചോദിക്കാം എക്സാമിനേഷൻ. അപ്പോൾ ഒന്നാമത്തത് കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റെക്ടിഫയർ വിത്ത് ഷണ്ട് കപ്പാസിറ്റർ ഫിൽറ്റർ. ഒരു കപ്പാസിറ്റർ നമ്മളെങ്ങനെ ഫിൽറ്ററായിട്ട് ഉപയോഗിക്കും എന്നുള്ളതാണ് അടുത്തതായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ ഡയഗ്രാം കാണിക്കുന്നത്. ഇവിടെ FW റെക്ടിഫയർ ഉണ്ട്, അതിലേക്ക് നമ്മൾ കപ്പാസിറ്റർ കൊടുക്കും. കപ്പാസിറ്റർ ഫിൽറ്റർ ലോഡ് RLന് എക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് VO കിട്ടും. ഫിഗർ ഷോസ് എ ഫുൾ വേവ് റെക്ടിഫയർ, ദെൻ കപ്പാസിറ്റർ ഫിൽറ്റർ, എ ലോഡ് RL across RL. We get output VO. So the input waveform, AC waveform, is shown in the left graph. Then rectifier output is shown in the second graph, and the voltage from the capacitor, voltage from the filter capacitor is shown at the end. It is a DC. The arrangement shows a simplest capacitor filter. അപ്പോൾ ഇതിനാണ് നമ്മൾ കപ്പാസിറ്റർ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇത് ഫിൽറ്റേഴ്സിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻ്റാണ്. ദ കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ്
അക്രോസ് ദി റെക്ടിഫയർ ഔട്ട്പുട്ട്. അപ്പോൾ റെക്ടിഫയർ ഔട്ട്പുട്ടിന് അക്രോസ് ആയിട്ടാണ്, കുറുകയാണ് നമ്മൾ ഈ കപ്പാസിറ്റർ ഫിൽട്ടർ കണക്ട് ചെയ്യുക. For a capacitor, the capacitive reactance, you understand, capacitive reactance we can write, or capacitive reactance. Capacitive reactance. Capacitive reactance is given by Xc is equal to 1 by C omega. That is 1 by C into 2 pi f, where f is the frequency. For DC, f is equal to 0. DC ആണെങ്കിൽ f 0 ആകും. അങ്ങനെ ആകുമ്പോൾ നമുക്കത് കിട്ടും Xc is equal to 1 by C into 0, that is 1 by 0 infinity. കപ്പാസിറ്റർ ഡി സിക്ക് കൊടുക്കുന്ന റിയാക്റ്റൻസ് ഇൻഫിനിറ്റിയാണ്. ഫോർ എ സി എഫ് ഹാസ് എ ഫൈനറ്റ് വാല്യൂ. എ സി ആണെങ്കിൽ എഫിന് ഫൈനറ്റ് വാല്യൂ ഉണ്ട്. അപ്പോൾ റിയാക്റ്റൻസ് ഒരു ഫൈനറ്റ് വാല്യൂ ആണ്, ഇൻഫിനിറ്റി അല്ല. സോ എ സി then Xc, the capacitor reactance, then Xc has a Xc, you understand, Xc has a small value, so the capacitor is open for DC. DC is open ആകും. So it blocks DC since all the DC passes through the load RL. Due to small reactance, the capacitor bypass AC. അപ്പോൾ ഈ സ്മോൾ റിയാക്റ്റൻസിലൂടെ എ സി ബൈപ്പാസ് ചെയ്യും, എന്നാൽ ഡി സിയെ ബ്ലോക്ക് ചെയ്യും. ഡി സി ലോഡിലേക്ക് വരും, ലോഡിൽ നിന്ന് നമ്മൾ ഔട്ട്പുട്ട് എടുക്കും. ലോഡിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടും. കപ്പാസിറ്റർ എന്ത് ചെയ്യും? കപ്പാസിറ്റർ നമ്മൾ കുറുകെ പിടിപ്പിച്ചിരിക്കുകയാണ്. അത് എ സിയെ ബൈപ്പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ ഡി സി പുറത്തേക്ക് വരും, ആർ എല്ലിലൂടെ പുറത്തേക്ക് എടുക്കാം, അങ്ങനെ ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ആക്ഷൻ. എന്താണ് ആക്ഷൻ? കപ്പാസിറ്റർ നമ്മൾ കുറുകയാണ് കൊടുത്തിരിക്കുന്നത്. കപ്പാസിറ്റർ എ സിയെ ബൈപ്പാസ് ചെയ്യും, ഡി സിയെ ബ്ലോക്ക് ചെയ്യും. ഡി സി ടെർമിനലിലൂടെ പുറത്തേക്ക് വരും, അവിടെ ലോഡ് നെക്രോസ് ആയിട്ട് ആ ഡി സി കിട്ടും. പിന്നെ ഇതിനകത്ത് ഒരു റിപ്പിൾ ഫാക്ടർ കണക്കൂട്ടി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്ന് പഠിച്ചോളണം. ചിലപ്പോൾ അതും കൂടി എഴുതേണ്ടി വരും. The output voltage will be nearly constant and ripple will be low. ഈ ഫിൽട്ടർ ഉപയോഗിച്ചാലും കുറച്ച് റിപ്പിൾസ് അവശേഷിക്കാം കേട്ടോ. ഒരു ഫിൽട്ടറിനും റിപ്പിൾസ് എ സി കമ്പോണൻറ്റ് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യാനും പറ്റത്തില്ല. ഒരു ചെറിയ എ സി കമ്പോണൻറ്റ് പിന്നെയും അവശേഷിക്കും എന്ന് ഓർക്കുക. പ്യൂർ ഡി സി എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. അതിന് നമ്മൾ കൂടുതൽ ഫിൽറ്റേഴ്സ് ഉപയോഗിക്കേണ്ടി വരും. So you here the load RL in the output voltage is obtained across the load RL in which ripple is low. The ripple factor will with the capacitive filter is given by. അപ്പോൾ ഒരു ഫിൽട്ടർ കപ്പാസിറ്റർ ഫിൽട്ടറുള്ള ഒരു FW റെക്ടിഫയർ റിപ്പിൾ ഫാക്ടർ ഇതാണ്. RF is 1/2√3 F into RL to C. ഇതാണ് ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ ഉപയോഗിച്ചാൽ അവിടെ റിപ്പിൾ ഫാക്ടർ ഇക്വേഷൻ 1/2√3 F into RL to C. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്ലെയിൻ എ കപ്പാസിറ്റി ഇൻപുട്ട് ഫിൽട്ടർ. കപ്പാസിറ്റി ഇൻപുട്ട് ഫിൽട്ടർ ഗിവ് ദി വാല്യൂ ഓഫ് ദ റിപ്പിൾ ഫാക്ടർ. ഈ മോളിൽ കാണുന്ന ഫാക്ടർ എഴുതണം, അതൊന്ന് കാണാതെ പിടിക്കണം. ഈ രണ്ടാമത്തെ ഫിൽട്ടറാണ് ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ, LC ഫിൽട്ടർ എന്ന് പറയും. LC ഫിൽട്ടർ അപ്പോൾ എല്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് എല്ലിൻ്റെ കൂടെ നമ്മളൊരു സി കൂടി ഉപയോഗിക്കും. അപ്പോൾ രണ്ട് ആക്ഷനാണ്. എല്ല് എ സി ബ്ലോക്ക് ചെയ്യും, ഡി സി കടത്തി വിടും. അതിനകത്ത് അല്പം എ സി ഉണ്ടെങ്കിൽ അത് കപ്പാസിറ്റി ബൈപ്പാസ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഫിൽട്ടറിനെ നമ്മൾ ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ എന്ന് പറയും, അല്ലെങ്കിൽ LC ഫിൽട്ടർ. എല്ലിൻ്റെ കൂടെ ചോക്ക് ആദ്യം വരും, അതിൻ്റെ കൂടെ കപ്പാസിറ്റർ കൊടുക്കും. അതുകൊണ്ട് ഒരു LC ഫിൽട്ടർ എന്ന് കൂടി വിളിക്കാറുണ്ട്. ചോക്ക് ഇൻപുട്ട് ഫിൽട്ടർ ഈസ് ഓൾസോ കോൾഡ് LC ഫിൽട്ടർ. അപ്പോൾ അതിൻ്റെ നിർമ്മിതിയൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഒത്തിരി എക്സ്പ്ലനേഷൻ വേണമെന്നില്ല. ഇവിടെ പിന്നെ ചോക്കൊക്കെ ഉണ്ടാക്കുന്ന രീതിയൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല, എങ്കിലൊന്ന് പഠിക്കുക. ടേക്ക് എ സോഫ്റ്റ്വെയർ റോഡ് by the large number of copper wire closely over it. Now
യുവർ ചോക്ക് ഈസ് റെഡി. നമുക്കൊരു ചോക്ക് റെഡിയായി. ചോക്കാണ് ഇൻഡക്റ്റൻസ് പറയുന്നത്. ഇത് opposition resistance given to AC by the choke is called inductive reactance XL and is equal to L omega, where L is the inductance of the coil, omega is 2 pi f, where F is the frequency of AC, the frequency of DC is 0, so XL is 0 for DC. In short, we can say a choke permits DC to flow through it but blocks AC. അപ്പോൾ ചോക്കിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ അത് ഡി സിയെ പാസ് ചെയ്യും, എ സിയെ ബ്ലോക്ക് ചെയ്യും. അത് സീരീസ് ആയതുകൊണ്ട് ഡി സി മാത്രമേ റൈറ്റ് സൈഡിലേക്ക് വരുവുള്ളൂ, ഔട്ട്പുട്ടിലേക്ക് വരുവുള്ളൂ. ഇത് opposition given by capacitance to the flow of AC is called capacitive reactance XL equal to 1 by C omega 1 by C into 2 pi f. For DC, F is 0, X is infinite. This means capacitor blocks DC and allows AC. കപ്പാസിറ്റർ നമ്മൾ എക്രോസ് പിടിപ്പിച്ചിരിക്കുകയാണ്. അത് എ സി ബൈപ്പാസ് ചെയ്ത് കളയും, ഡി സിയെ മാത്രം ബ്ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് ലോഡിലേക്ക് തരും. Such a choke input filter means a choke coil is connected at the input which blocks AC but allows DC. The choke is followed by a capacitor connected in parallel to the load resistance. As shown in the figure. നമ്മൾ മുകളിൽ കാണിക്കുന്ന പടം അല്ലെങ്കിൽ കാണുന്ന പടം. Action. The pulsating rectifier output. Pulsating എന്ന് പറഞ്ഞാൽ it contains DC and a little bit of AC. The pulsating rectifier output is applied across the terminal A and B. A and B എന്ന് പറഞ്ഞാൽ റെക്ടിഫയറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വരുന്ന ടെർമിനലാണ്. The pulsating rectifier output is applied to the terminal A and B. The choke allows only DC. So, at the terminal D, ഡയോഡിൻ്റെ ആ കപ്പാസിറ്ററിൻ്റെ പോയിൻ്റാണ്. At the terminal D, we have less AC component. Through the capacitor C, the remaining AC flows because it offers less reactance to AC but blocks DC. So the output across the load is DC. Load resistance DC. To get a perfect DC, we have to make use of a number of similar sections. ഇപ്പോൾ ഒരു പ്യൂർ ഡി സി കിട്ടണമെങ്കിൽ ഒരു എൽ സി മാത്രം പോരാ, ഒരു നമ്പർ ഓഫ് ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് പ്യൂർ ഡി സി കിട്ടും. ഇനി അവസാനത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിൽറ്ററാണ്. ഏതെങ്കിലും ഒരു ഫിൽറ്റർ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് എഴുതുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റി ഇൻപുട്ട് ഫിൽറ്റർ അല്ലെങ്കിൽ പൈ ഫിൽറ്റർ എന്ന് പറയും. പൈ ഫിൽറ്റർ, CLC ഫിൽറ്റർ എന്ന് പറയും. CLC ഫിൽറ്റർ ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിൽറ്റർ. ഇൻഡക്റ്റൻസിൻ്റെ ആക്ഷൻ ഉണ്ട്, കപ്പാസിറ്റിയുടെ ആക്ഷൻ ഉണ്ട്, അങ്ങനെ കമ്പൈൻഡ് ആക്ഷനാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല ഫിൽറ്റർ PILC ഫിൽറ്ററാണ്. CLC ഫിൽറ്റർ, CLC ഫിൽറ്ററാണ്. ഇതിൻ്റെ പൈ ഫിൽറ്റർ എന്ന് പറയും. പൈ ഫിൽറ്റർ, ആ ഫിൽറ്റർ സെക്ഷൻ നോക്കിയാൽ ഒരു പൈ പോലെ ഇരിക്കുകയാണ്. രണ്ട് കപ്പാസിറ്റിയും അതിന് മുകളിൽ ഇൻഡക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പൈ പോലെ ഇരിക്കും. അതുകൊണ്ട് ഇതിനെ പൈ ഫിൽറ്റർ എന്ന് പറയും. ഇറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റി ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈ ഫിൽറ്റർ ഓർ CLC ഫിൽറ്റർ. അപ്പോൾ അതിൻ്റെ വേവ് ഫോം, ഇൻപുട്ട് വേവ് ഫോം നമ്മൾ AC ആണ്. റെക്ടിഫയർ ഔട്ട്പുട്ട് അതിനകത്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് AC ഉണ്ട്, റെക്ടിഫയർ ഔട്ട്പുട്ടിനകത്ത് റെക്ടിഫയർ ഔട്ട്പുട്ടിനെ നമ്മൾ DC എന്ന് പറഞ്ഞാലും അതിന് AC കമ്പണൻ്റ് ഉണ്ട്. അതാണ് കാണിച്ചിരിക്കുന്നത്. അത് ഈ പൈ ഫിൽറ്ററിനകത്ത് കടന്നു വരുമ്പോൾ ആൾമോസ്റ്റ് DC ആയിട്ട് മാറുന്നതാണ് അവിടെ വരച്ചിരിക്കുന്നത്. നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് കാണിക്കാത്തതിൻ്റെ കാരണം ആ ഫിൽറ്ററിനകത്തൊരു അയച്ചു കഴിഞ്ഞാലും അല്പം റിപ്പിൾസ് ഉണ്ടാകും കുറച്ച്. ഇപ്പോൾ 2-3 ഫിൽറ്ററൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ റിപ്പിൾ കുറച്ച് സ്ട്രെയിറ്റ് ലൈൻ ആക്കി എടുക്കാം ഔട്ട്പുട്ട് ഗ്രാഫ്. Capacitor input filter consists of two filter capacitors C1 and C2 and an inductor CL connected in the shape of the letter pi. Pi പോലെയാണ് പിടിപ്പിക്കുന്നത്, as shown in the figure. Hence it is also called
പൈ ഫിൽട്ടർ, RL ഈസ് എ ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്ററിൻ്റെ ആക്ഷനും അതുപോലെ ഇൻഡക്റ്റൻസിൻ്റെ ആക്ഷനുമാണ് പറയുന്നത്. ഇൻഡക്റ്റൻസ് സീരീസ് ആകുമ്പോൾ അത് DC ബ്ലോക്ക് ചെയ്യും. കപ്പാസിറ്റൻസ് പാരലൽ ആകുമ്പോൾ അത് ഇൻഡക്റ്റൻസ് സീരീസ് ആകുമ്പോൾ അത് DC കടത്തി വിടും. കപ്പാസിറ്റൻസ് പാരലൽ ആകുമ്പോൾ അത് AC ബ്ലോക്ക് ചെയ്യും. AC ബൈപ്പാസ് ചെയ്തിട്ട് DC കടത്തി വിടും. ഒന്നുകൂടി പറയാൻ, ഇൻഡക്റ്റൻസ് സീരീസിലാകുമ്പോൾ അത് AC ബ്ലോക്ക് ചെയ്യും, DC കടത്തി വിടും. കപ്പാസിറ്റൻസ് പാരലൽ ആകുമ്പോൾ അത് AC ബൈപ്പാസ് ചെയ്യും, DC ബ്ലോക്ക് ചെയ്തിട്ട് പുറത്തേക്ക് തരും. The pulsating output from the full wave rectifier is applied across the input terminal A and B. The capacitor C1 bypasses a certain amount of AC as it offers a low resistance or reactance path to AC and blocks DC. The choke L blocks DC, which is not bypassed by C1 and allows DC to pass. The filter capacitor C2 bypasses that AC component which the choke could not block. Thus, the output across the load resistance contains only DC. By using a number of several sections, we get a smoothened AC. സ്മൂത്തൻ DC, നല്ല DC നമുക്ക് കിട്ടും. ഇതിനൊരു ഷോർട്ട് ആൻസർ ഉണ്ട്. ആ ഷോർട്ട് ആൻസറിന് പ്രത്യേകം പഠിച്ചുകൊള്ളണം. ആ ഷോർട്ട് ആൻസറിനെ നമ്മളിവിടെ വിളിക്കുന്ന പേരാണ് ബ്ലീഡർ റെസിസ്റ്റർ എന്ന് പറയും. ബ്ലീഡർ റെസിസ്റ്റർ ഇത് സാധാരണ ഫിൽറ്ററിൻ്റെ കൂടെയൊക്കെ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ റെക്ടിഫയറിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതാണ്. ഈ ബ്ലീഡർ റെസിസ്റ്റർ അതൊരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് പഠിക്കണം. എന്താണ് ബ്ലീഡർ റെസിസ്റ്റർ? ഇവിടെ FW റെക്ടിഫയർ ഉണ്ട്, ഒരു പൈ ഫിൽറ്ററുണ്ട്, CLC ഫിൽറ്റർ, പൈ ഫിൽറ്ററുണ്ട്, പിന്നെ ഒരു ലോഡ് അവസാനം RL ഉണ്ട്, അവിടെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു RB എന്നൊരു റെസിസ്റ്റർ കൊടുക്കാറുണ്ട് സാധാരണ. RB, ഈ RBയെ വിളിക്കുന്ന പേരാണ് ബ്ലീഡർ റെസിസ്റ്റർ. എന്താണ് ഈ ബ്ലീഡർ റെസിസ്റ്ററിൻ്റെ യൂസ്, അതിൻ്റെ ഉപയോഗം? ബ്ലീഡർ റെസിസ്റ്റർ ഈസ് എ resistor connected across the output of a rectifier power supply. അതായത് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന, ഈ ലോഡിന് മുമ്പ് കൊടുക്കുന്ന, ലോഡ് കണക്ട് ചെയ്യുന്ന മുമ്പ് കൊടുക്കുന്ന ഒരു റെസിസ്റ്ററാണ് RB, ബ്ലീഡർ റെസിസ്റ്റർ. ഇൻ ദ ഫിഗർ RB is the bleeder resistor. RB നമ്മൾ കാണിച്ചിട്ടുണ്ട്. RB is the bleeder resistor. The value of RB is such that it conducts 20% or 25% of the load current. അത് 10% of the load current. 10% മതി, 10 ആണ്. 10% of the load current. Bleeder resistor improves voltage regulation. അതായത് വോൾട്ടേജ് റെഗുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട്, നന്നാക്കാനായിട്ട് ഈ ബ്ലീഡർ റെസിസ്റ്റർ നല്ലതാണ്. It also maintains a minimum current which increases the efficiency of filter action. ഈ ഫിൽട്ടർ ആക്ഷൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഒരു മിനിമം കറണ്ട് എപ്പോഴും ഇവിടെ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇഫ് there is no bleeder resistor, ഈ ബ്ലീഡർ റെസിസ്റ്റർ നമ്മൾ കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നത്. If there is no bleeder resistor, the diodes of the rectifier may be damaged. ബ്ലീഡർ റെസിസ്റ്റർ ഇല്ലെങ്കിൽ ഈ ഡയോഡ് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. ഡ്യൂ ടു ഇനിഷ്യൽ ഹൈ കറണ്ട്, ആദ്യം ഈ ഔട്ട്പുട്ടിൽ ശക്തമായ കറണ്ട് വരും. ഡ്യൂ ടു ഇനിഷ്യൽ കറണ്ട്, വെൻ സപ്ലൈ ഈസ് സ്വിച്ച്ഡ്, ഇനിഷ്യൽ ഹൈ കറണ്ട് വെൻ സപ്ലൈ സ്വിച്ച്ഡ് ഓൺ,
അപ്പോൾ ഈ നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ ഇനിഷ്യൽ കറണ്ട് ഹൈ ആയിരിക്കും, അന്നേരം ബ്ലീഡർ ഇല്ലെങ്കിൽ ഈ ഡയോഡ് ഡാമേജ്ഡ് ആകും. ഇറ്റ് ഓൾസോ പ്രൊവൈഡ് സേഫ്റ്റി, SAFETY, സേഫ്റ്റി ടു ദ പേഴ്സൺ ഹാൻഡ്ലിങ് ദ എക്യുപ്മെൻറ്റ്. ഉപകരണം കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു സേഫ്റ്റി കൂടിയാണ് ഈ ബ്ലീഡർ റെസിസ്റ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ താഴെയുണ്ട്, എക്സ്പ്ലെയിൻ ദി ആക്ഷൻ ഓഫ് എ ബ്ലീഡർ റെസിസ്റ്റർ. Explain the action of bleeder resistor. That is all with your 25th class. We continue. Thank you.